സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ലളിത ജീവിതം, ക്രിസ്തുവിന്റെ ഹൃദയമാർന്ന സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ലളിത ജീവിതം, ക്രിസ്തുവിന്റെ ഹൃദയമാർന്ന സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ പ്രതിഫലനമായ ജീവിതം, ക്രിസ്തുവിനു മഹത്വമേകും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ പ്രതിഫലനമായ ജീവിതം, ക്രിസ്തുവിനു മഹത്വമേകും സാക്ഷ്യജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. നിത്യജീവനേകിടുന്ന സാക്ഷ്യജീവിതം, നിത്യതയിൽ പ്രതിഫലങ്ങളേകും ജീവിതം, നിത്യജീവനേകിടുന്ന സാക്ഷ്യജീവിതം, നിത്യതയിൽ പ്രതിഫലങ്ങളേകും ജീവിതം, സത്യസാക്ഷി വൃന്ദം ചുറ്റും നിൽക്കും ജീവിതം, പാപഭാരമാകെ നീക്കും ധീരജീവിതം, സത്യസാക്ഷി വൃന്ദം ചുറ്റും നിൽക്കും ജീവിതം, പാപഭാരമാകെ നീക്കും ധീരജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ക്രിസ്തുവിന്റെ തിരുനിണത്താൽ കഴുകും ജീവിതം, ക്രിസ്തുവിന്റെ ഛായ നേടും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ തിരുനിണത്താൽ കഴുകും ജീവിതം, ക്രിസ്തുവിന്റെ ഛായ നേടും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർത്തിടും പ്രത്യാശയേറും ജീവിതമേ സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർത്തിടും പ്രത്യാശയേറും ജീവിതമേ സാക്ഷ്യജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 2-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ അനന്തരം ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയിൽ ഉയർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ ഹൃദയം ആനന്ദിക്കുകയാണ്. ഇതുവരെയും വാടിയ മുഖത്തോടെ നിന്ന ഹന്ന ഇന്ന് ആനന്ദിക്കുകയാണ്. ഇതുവരെയും മ്ലാനമുഖിയായിരുന്ന ഹന്ന ഇന്ന് ആനന്ദിക്കുകയാണ്. ഇതുവരെയും വാടി തളർന്ന് വ്യവസായിരുന്ന ഹന്ന, അവൾ കരഞ്ഞുകൊണ്ടിരുന്ന ഹന്ന ഇന്ന് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കണം. ലഭിക്കാതെ എന്ത് ചെയ്യും? നമുക്ക് വേറെ പോകാൻ വഴിയില്ലല്ലോ. നമുക്ക് ഈ ലോക ജീവിതം കഴിഞ്ഞൊരു ദിവസം നിത്യതയായി കടന്നു ചെല്ലണ്ടേ? ഒരു ദിവസം നാം ഓരോരുത്തരും അക്കരയ്ക്ക് പോകുമല്ലോ. പ്രിയപ്പെട്ടവർ, അത് തന്നെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ഓർമ്മയായിരിക്കണം. എപ്പോഴും ഞാൻ ഇവിടെ സ്ഥിരവാസിയല്ല. ഞാൻ ഇവിടെ നിന്നൊരിക്കൽ പറന്നു പോകും. എൻ്റെ ശരീരം ഇവിടെ കിടക്കും, പക്ഷേ എൻ്റെ ആത്മാവോ അനന്തതയിലേക്ക് പറക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊരു സത്യമാണേ, സംശയമില്ലല്ലോ. അത് ഇനി വിശദീകരിച്ച് തരേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. പ്രിയപ്പെട്ടവരെ, എങ്കിൽ ഉള്ള കാലം പ്രസന്നതയോടെ നമുക്ക് ജീവിക്കണം. മനസ്സ് പ്രസന്നമായിരിക്കണം. മനസ്സിൽ ആകുലം വരാൻ പാടില്ല. മനസ്സിൽ ടെൻഷൻ വരാൻ പാടില്ല. മനസ്സിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. മനസ്സിൽ ചിന്താക്കുഴപ്പങ്ങൾ വരാൻ പാടില്ല. മനസ്സ് വാടി തളർന്നിരിക്കാൻ പാടില്ല. ഉള്ളം തെളിഞ്ഞിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതിനെന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൽ ആശ വെച്ച് ആശ്രയിക്കുക. ദൈവത്തിൽ പ്രത്യാശ വെച്ച് ആശ്രയിക്കുക. ദൈവത്തെ തന്നെ വിളിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ തന്നെ നിങ്ങൾ വിളിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. സഹോദരങ്ങളെ, ഹന്ന പറയുകയാണ്, എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു എന്ന്. രക്ഷയായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. ആനന്ദം, ദൈവത്തിലാണ് ആനന്ദം. പ്രിയപ്പെട്ടവരെ, ആത്മീയമായ ജീവിതം തുടങ്ങിയവർക്ക് അത് മനസ്സിലാകും. ഒരു മാനസാന്തരം വന്നവർക്ക് അത് മനസ്സിലാകും. ഇതുവരെ ഈ മാനസാന്തരം കിട്ടിയിട്ടില്ലാത്തവർക്ക് ആ അനുഭവം ഇപ്പോൾ പ്രാപിക്കാം. എങ്ങനെ? ദൈവത്തിൽ ആനന്ദിക്കുക. ഇവിടെയുള്ള ഒന്നിലും ആനന്ദിക്കാനില്ല. എല്ലാം പറന്നു പോകുന്നവയാണ്. ആരോഗ്യം പറന്നു പോകും. ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നു, നാളെയോ ഒരുപക്ഷെ കിടപ്പിലായി എന്ന് വരും. ആർക്കറിയാം? ഇന്ന് നല്ല ചടുലതയോടെ യാത്ര ചെയ്യുന്നു, നാളെയോ നിസ്സഹായനായി കിടപ്പിൽ കിടക്കേണ്ടി വരുമോ? ആർക്കറിയാം? നമുക്ക് ദൈവത്തിൽ ആശ്രയം വരും. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിലേക്ക് ഒരു ചായ്വ് വരും. ദൈവത്തെ വിളിക്കാൻ തുടങ്ങും. എനിക്കൊരു ദൈവം അത്യാവശ്യമാണെന്ന് മനസ്സിലാകും. എനിക്ക് ഒരു ഉടയവൻ വേണമെന്ന് മനസ്സിലാകും. എനിക്കൊരു ഉടമസ്ഥൻ വേണമെന്ന് മനസ്സിലാകും. എനിക്ക് എൻ്റെ അപ്പൻ, സ്വർഗത്തിലെ അപ്പൻ എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് മനസ്സിലാകും. സ്വർഗത്തിലെ അപ്പൻ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണം. ഇതാ ഈ ഹൃദയം നിനക്കായിട്ട് ഞാനിതാ തുറന്നു തരുന്നു. പ്രിയപ്പെട്ടവരെ, ലളിതമായ കാര്യമല്ലേ ഞാൻ പറയുന്നത്, ലളിതമായ കാര്യമാണ്. എൻ്റെ ഈ നിസ്സാരമായ ഹൃദയം, കർത്താവേ, ഒന്നും പഠിച്ചിട്ടും പഠിക്കാൻ പറ്റാത്തതായ ഹൃദയം, കർത്താവേ, അഴുക്കായ വികാരങ്ങൾ വേലിയേറ്റം കൊള്ളുന്നതിൻ്റെ ഹൃദയം, അഴുക്കായ വികാരങ്ങൾ, എൻ്റെ കർത്താവേ, തിന്മയുടെ വിചാരങ്ങളെല്ലാം വരുന്ന ഹൃദയം, ദൈവമേ, വേണ്ടാത്ത മോഹങ്ങൾ ഉള്ളിൽ ജ്വലിക്കുന്നൊരു ഹൃദയം. ഈ ഹൃദയം കർത്താവേ, നിൻ്റേതാക്കി നീ മാറ്റണം. നീ ഇവിടെ വന്ന് വസിക്കണം. എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണം. കന്യമറിയാവിൻ്റെ ഉള്ളത്തിൽ കർത്താവായ യേശു മിശിഹ ജനിച്ചു. സ്തോത്രം. ഹന്നയ്ക്ക് ഒരു മകനെ കിട്ടി. സന്തോഷിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിലാണ് ആനന്ദിക്കുന്നു. ഇവിടെ പല കുറവുകളുള്ള അനേകം ആളുകളുണ്ട്. നമുക്ക് പലർക്കും പല കുറവുകളുണ്ട്. ഒരാൾക്ക് പഠിക്കാൻ വേണ്ടത്ര കഴിവില്ല. വേറൊരാൾക്ക് സാമർഥ്യത്തോടെ ഒരു കാര്യം ചെയ്യാനുള്ള കഴിവില്ല. വേറൊരാൾക്ക് നല്ല ചടുലമായി സംഭാഷണം ചെയ്യാനുള്ള കഴിവില്ല. വേറൊരാൾക്ക് ഏതെങ്കിലും പ്രവൃത്തി ഏറ്റെടുത്ത് നിയോഗിക്കപ്പെട്ട പ്രവൃത്തി വേണ്ടതുപോലെ പൂർത്തീകരിക്കാൻ കഴിവില്ല. ദൈവത്തിന് സ്തോത്രം. പല വിധത്തിലാണ്. അല്ല, അംഗഭംഗമുള്ളവരുണ്ട്, കണ്ണിന് കേടുള്ളവർ, അല്ലെങ്കിൽ കാതിന് ചെവിക്ക് കഴിവുള്ളവർ, ചെവി കേൾക്കില്ലാത്തവർ, സംസാരിക്കാൻ വിഷമമുള്ളവർ, പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. ഇവിടെ പലതരം പ്രയാസങ്ങളുണ്ട് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രയാസങ്ങളെല്ലാം കൂടി ചുവന്നുകൊണ്ട് നിങ്ങൾ അരുവനാഥനായ യേശുവിൻ്റെ കാൽക്കൽ ചെന്ന് വീഴണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ കാൽക്കൽ ചെന്ന് വീഴണം. നിങ്ങളുടെ കുറവുകളെല്ലാം ഇരിക്കട്ടെ, അതെല്ലാം ചുമന്നുകൊണ്ട് യേശുവിൻ്റെ കാൽക്കലേക്ക് ചെല്ലുന്നു. സ്തോത്രം. കർത്താവേ, രോഗഗ്രസ്തമായൊരു ശരീരമാണ്. കർത്താവേ, പല അവയവങ്ങൾക്ക് കേടുണ്ട്. പല അവയവങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. എൻ്റെ കർത്താവേ, ഇത് നിനക്കറിയാമല്ലോ. നീ എൻ്റെ സൃഷ്ടാവല്ലേ. ഇപ്പോൾ ഞാൻ വേറെ എങ്ങും പോകുന്നില്ല, എനിക്ക് വേറെ എങ്ങും പോകാൻ ഇടമില്ല. പോകാവുന്നിടത്തെല്ലാം പോയി നോക്കി, പക്ഷേ ഒരു രക്ഷയും കിട്ടിയില്ല. ഇപ്പോൾ ഞാനിതാ നിൻ്റെ സഹായം തേടി നിൻ്റെ അരികിലേക്ക് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ രോഗം വന്ന് ആശ്രമസിറ്റിയിൽ പോയി അവിടെ അഡ്മിറ്റഡ് ആയപ്പോൾ പെട്ടെന്ന് രോഗത്തിന് ഗതി മാറി, പെട്ടെന്ന് രോഗം സൗഖ്യമായി വന്നു. അപ്പോൾ അവിടുത്തെ എന്നെ നോക്കുന്ന ഡോക്ടർ പറഞ്ഞു, ഞങ്ങളൊന്നും ചെയ്തില്ല.
സാറിന് രോഗസൗഖ്യം കിട്ടത്തന്നെ ഒരു മരുന്നൊന്നും ഞങ്ങൾ ചെയ്തില്ല. എന്തുകൊണ്ടോ സാറിന് സൗഖ്യമായി, എന്തുകൊണ്ടോ സാറിന് സൗഖ്യമായി. ഞങ്ങളൊന്നും ചെയ്തിട്ടല്ല. വളരെ വിനയത്തോടെ ഞാൻ ഡോക്ടർ പറയുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് അതിൻ്റെ അർത്ഥം? ഒന്നും ചെയ്യാതെ അനേകം ദൈവമക്കളുടെ കണ്ണുനീര് കണ്ട് കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. അനേകം ദൈവമക്കൾ എനിക്ക് വേണ്ടി ജാഗരിച്ചതുകൊണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. അതിനെ കർത്താവ് ആ ഡോക്ടർമാരെ ഉപയോഗിച്ചു. ദൈവത്തിന് സ്തോത്രം. ഡോക്ടർമാരുടെ ബുദ്ധി ഉപയോഗിച്ചു, അവരുടെ കഴിവിനെ ഉപയോഗിച്ചു. ആ കഴിവിൽ കൂടി അവർ തന്ന മരുന്ന് എനിക്ക് പ്രയോജനമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് പറയട്ടെ, ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. കണ്ണുനീര് കാണുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. എനിക്ക് അത് പറഞ്ഞാലും തീരാത്ത ആർത്തിയാണ്. ജീവിക്കുന്ന യേശു, യേശു നമ്മെ കാണുന്നു. യേശു നമ്മളെ ഓരോരുത്തരെയും അറിയുന്നു. യേശു നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ആ യേശുവിൻ്റെ വാദത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്കല്ല, അല്ലെങ്കിൽ പ്രാർത്ഥനാ ഹാളിലേക്കല്ല. നിങ്ങൾ വന്നിരിക്കുന്നത് ഗോകുൽത്തായിലെ കുരിശിൽ മരിച്ച് ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ രീതിയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ മനുഷ്യനെ കാണാനല്ല വന്നത്, നിങ്ങൾ പ്രസംഗം കേൾക്കാനുമല്ല വന്നത്. ഇവിടെ പ്രസംഗമില്ല, ഒരു മനുഷ്യനുമില്ല, ഇതെല്ലാം വ്യർത്ഥം. എല്ലാവരും പൂജ്യം, ആകെ പൂജ്യമേ ഉള്ളൂ ഇവിടെ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഈ പൂജ്യത്തിൻ്റെ ആദ്യം ഒരു ഒന്നിട്ടാൽ ഒരു പൂജ്യം 10 മാറും. ഒരു പൂജ്യം കൂടി ഇട്ടാൽ അത് 100 മാറും. ഒന്നിന് ശേഷം ഒരു പൂജ്യം ഇട്ടു 10, ഒന്നിന് ശേഷം ഒരു പൂജ്യം ഇട്ടു വീണ്ടും അത് 100, പിന്നെയും പൂജ്യം ഇട്ടു 1000. എല്ലാം പൂജ്യമാണ്. സ്തോത്രം. പക്ഷേ ഒന്ന് ആദ്യം വരണം. നിങ്ങൾക്ക് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ഒന്ന് ആദ്യം വരണം. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ആദ്യം വരണം. എൻ്റെ യേശു, എൻ്റെ യേശു, എൻ്റെ യേശു മറക്കരുത്. ആദ്യം വരണം. യേശു കഴിഞ്ഞിട്ട് നിങ്ങളാകുന്ന പൂജ്യങ്ങളെല്ലാം അവിടെ ചേർത്തിടുന്നു. വില കൂടി വരും. നിങ്ങളെല്ലാം പൂജ്യമാണ്, ഞാനും പൂജ്യമാണ്. സ്തോത്രം. നിങ്ങൾ ഈ യേശുവിനെ മുമ്പ് നിർത്തിയിട്ട് അടുത്ത പൂജ്യം ഇടുന്നു. അത് എൻ്റെ കർത്താവേ എൻ്റെ വിദ്യാഭ്യാസം ഇടുന്നു, പൂജ്യം. കർത്താവേ എനിക്കുള്ള ശമ്പളം ഇടുന്നു, പൂജ്യം. കർത്താവേ എനിക്കുള്ള പെൻഷൻ ഇടുന്നു, പൂജ്യം. ഇതെല്ലാം പൂജ്യങ്ങളാണ്, ഒരു വിലയുമില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഈ പൂജ്യങ്ങളെല്ലാം ഓരോന്നിടുമ്പോഴും ആ പൂജ്യത്തിന് വിലയുണ്ടാകും. എന്തുകൊണ്ട്? ആദ്യം ഒന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആദ്യം ഒരു ഒന്നുണ്ട്. ഈ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. അത് ഒന്ന് ഏതാണ്? അതെൻ്റെ പ്രിയനായ യേശുവാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയനിൽ പ്രിയനായ യേശുവാണ്. എൻ്റെ ജീവനായ യേശുവാണ്. എൻ്റെ കാരുണ്യ കടലായ യേശുവാണ്. എനിക്ക് വേണ്ടി ജീവൻ വെച്ച എൻ്റെ യേശുവാണ്. എനിക്ക് വേണ്ടി ക്രൂശിൽ വിളിച്ച എൻ്റെ രക്ഷകനാണ്. എനിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി രക്തം ചിന്തിയ യേശു ക്രിസ്തുവാണ്. ആ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. അവനെ നിങ്ങൾ വിളിക്കൂ. ഇപ്പോൾ കർത്താവേ, നീ ഇങ്ങോട്ട് എഴുന്നള്ളി വരണമേ. എൻ്റെ ഹൃദയം നിനക്കിതായി ഞാൻ തുറന്നു തരുന്നു, എൻ്റെ ഹൃദയം നിനക്കിതായി വിട്ടുതരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിളിക്കും, പക്ഷേ വിളിച്ചാൽ യേശു വരും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ആ വഴി ഇപ്പോഴും ഇടുക്കമുള്ളതാണ്. യേശുവിന് വരാനുള്ള വഴിയിൽ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനുള്ള വഴിയിൽ അവിടെ ചില തടങ്ങൽ പാറകൾ ഇരിക്കുന്നു, ചില കല്ലുകളിരിക്കുന്നു, ചില കുഴികൾ കിടക്കുന്നു. വഴിയിൽ കുഴിയുണ്ട്, കല്ലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിനെ വഴിയൊരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ കർത്താവിന് വഴിയൊരുക്കി കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന് വഴിയൊരുക്കി കൊടുക്കണം. ആ കല്ലെല്ലാം എടുത്ത് മാറ്റണം. ചില കഠിന ഹൃദയങ്ങൾ, കൊള്ളരാത്ത ബന്ധങ്ങൾ, അഴുക്കായ ശീലങ്ങൾ എല്ലാം എടുത്തു മാറ്റണം. അത് മദ്യപാനമാണോ, കഞ്ചാവാണോ, മയക്കുമരുന്നാണോ, അല്ല വൃത്തികെട്ട ജീവിതമാണോ, പുറത്ത് അറയ്ക്കുന്നതായ അശുദ്ധ ബന്ധങ്ങളാണോ, എല്ലാം മാറ്റണം. എല്ലാം മാറ്റി ആ കല്ലുകളെല്ലാം മാറ്റി. കുഴികളുണ്ട്, പടുകുഴികളുണ്ട്. ആ കുഴികളെല്ലാം നികത്തി. ദൈവത്തിന് സ്തോത്രം. എല്ലാം നികത്തി. എങ്ങനെ? ഇതെല്ലാം നികത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിന് സമർപ്പണം അങ്ങനെ വരുമ്പോൾ അങ്ങനെ എല്ലാ വഴിയും നിരപ്പാക്കി, പാത നിരപ്പാക്കി, കർത്താവിന് വഴിയൊരുക്കിയിട്ട് നിങ്ങൾ കർത്താവിനെ വിളിക്കണം. കർത്താവേ, എനിക്കറിയാവുന്ന വിധമെല്ലാം ഞാൻ ഒരുക്കി, അറിയാവുന്ന വിധമെല്ലാം ഞാൻ പാവങ്ങൾ ഏറ്റുപറഞ്ഞു, എനിക്കറിയാവുന്ന വിധത്തിലെല്ലാം ഞാൻ പലതും കർത്താവെ ഞാൻ അനുദപിച്ചു. പക്ഷേ കർത്താവെ, എനിക്ക് ഇതിന് അപ്പുറം ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നിസ്സഹായനായൊരു മനുഷ്യനാണ്. ഞാൻ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ഞാനൊരു പാവിയായ മനുഷ്യനാണ്. എനിക്ക് അറിവില്ലാത്തവനാണ്. ഇപ്പോൾ നീ നാഥ എന്നോട് മനസ്സലിഞ്ഞ് നീ നടന്നു വരണം എൻ്റെ ഹൃദയത്തിലേക്ക്. ഹല്ലേലൂയ. യേശുവേ, നീ എഴുന്നള്ളി വരണം എൻ്റെ ഹൃദയത്തിലേക്ക്. ഇത് ഇന്ന് ഒരു കൂരിളാന്ന്
കൂരിട്ടുള്ള മുറിയാണ്. ഈ അന്ധകാരം നിറഞ്ഞ മുറിയിലേക്ക് രക്ഷക നീ എഴുന്നള്ളി വരുമ്പോൾ മുറി പ്രകാശമാനമാകും. ദൈവത്തിന് സ്തോത്രം. മുറി പ്രകാശമാകുമ്പോഴേക്കും അപ്പോഴേക്കും അകത്തുള്ള തേളുകൾ ഇറങ്ങി ഓടും, അകത്തുള്ള പാമ്പിൻ കുഞ്ഞുങ്ങൾ ഓടി മറയും, അകത്തുള്ള പാറ്റയും അതുപോലുള്ള മറ്റ് ദുഷ്ടജീവികളും ക്ഷുദ്രജീവികളും എല്ലാം ഇറങ്ങിപ്പോകും. വെളിച്ചം വരുമ്പോൾ എല്ലാം ഇറങ്ങിപ്പോകും. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ വന്നാൽ അവിടെ നിന്ന് വേണ്ടാതെല്ലാം മാറിപ്പോകും. വൈരാഗ്യം പോകും, ആരോട് പിണക്കമില്ലാതാകും, പിണക്കങ്ങളെല്ലാം തീർന്നു പോകും, വഴക്ക് മാറിപ്പോകും, ഭർത്താവും ഭാര്യയും ഒന്നായിത്തീരും. ഒരുപക്ഷെ ഇന്ന് ഹൃദയത്തിൽ ചില അകൽച്ച ഉണ്ടെങ്കിലും എല്ലാം ക്ഷമിച്ച് എല്ലാം പുറത്ത് ഭർത്താവും ഭാര്യയും ഒരു ഹൃദയമായി തീരും. എന്തൊരു ഭാഗ്യം! ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണത്? യേശു എഴുന്നള്ളി വരുമ്പോഴാണ്. യേശു ക്രിസ്തു ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ ഈ അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ ഈ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾക്ക് നാളുകളായൊരു കുഞ്ഞില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വിവാഹം കഴിഞ്ഞ കർത്താവേ ഇത്രയും വർഷമായി അതാ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ കർത്താവേ ആ കുഞ്ഞിനെ ഞാൻ നിനക്കായി വളർത്തിക്കൊള്ളാം, നിൻ്റെ ഒരു ശുശ്രൂഷനാക്കി ഞാൻ തീർത്തുകൊള്ളാം, നിൻ്റെ ഒരു വേലക്കാരനാക്കി ഞാൻ തീർത്തുകൊള്ളാം കർത്താവേ, അത് ഞാൻ പരിശീലിച്ചുകൊള്ളാം, അതിനുള്ള പരിശീലനം ഞാൻ കൊടുത്തുകൊള്ളാം കർത്താവേ, നീ എനിക്കൊരു കുഞ്ഞിനെ തരണമേ. ചോദിക്കാം, നിങ്ങൾക്ക് ധൈര്യമായി ചോദിക്കാം. കർത്താവേ, എൻ്റെ മോൾക്കൊരു വിവാഹം നടത്തി തരണമേ. ആ വിവാഹം കർത്താവേ നിനക്ക് ഹിതകരമായ രീതിയിൽ നടക്കുവാൻ നീ എന്നിൽ മനസ്സിലെയ്യണമേ. ഭൗതിക കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഈ ലോകത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. കർത്താവേ, എനിക്ക് മാരകമായ രോഗമാണോ വന്നിരിക്കുന്നത്, ഈ രോഗത്തിൻ്റെ കാര്യത്തിൽ നാഥാ നിൻ്റെ കൈയൊന്ന് എടുക്കാമോ? നീ ഒന്ന് നോക്കിയാൽ മതിയല്ലോ, രോഗാണുക്കൾ എല്ലാം കത്തിപ്പോകുമല്ലോ. നാഥാ നിൻ്റെ ദയാദൃഷ്ടി എന്ന് പതിഞ്ഞാൽ മതിയല്ലോ, എൻ്റെ ശരീരത്തിലുള്ള രോഗാണുക്കളെല്ലാം പോകുമല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയണം, കർത്താവേ നീ ഒന്ന് നോക്കിയാൽ മതിയല്ലോ, എൻ്റെ ദുസ്വഭാവങ്ങൾ മാറിപ്പോകുമല്ലോ, എൻ്റെ ദുശ്ശീലങ്ങളെല്ലാം മാറിപ്പോകുമല്ലോ, കഞ്ചാവും വേണ്ടാത്ത ബന്ധങ്ങളും എല്ലാം മാറിപ്പോകുമല്ലോ, അരുതാത്ത പ്രണയബന്ധങ്ങളും പ്രേമബന്ധങ്ങളും എല്ലാം തകർന്നു പോകുമല്ലോ. കർത്താവേ, ഇന്ന് എന്നെ പിശാച് വശീകരിച്ച് ചില കുരുക്കളിൽപ്പെടുത്തിയിരിക്കുകയാണ്, ചില മായയായ കുരുക്കളിൽപ്പെടുത്തി പിശാച് എന്നെ നാശകോപത്തിലേക്ക് തള്ളിയിടാൻ കൊണ്ടുപോവുകയാണ്. എൻ്റെ കർത്താവേ, ഈ പ്രേമത്തിൽ കൂടി ഈ പ്രണയബന്ധത്തിൽ കൂടി പിശാച് എന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ്. കർത്താവേ, നാശത്തിലേക്ക്, അത്യന്തം വിനാശകരമായ നരകത്തീയിലേക്ക്, നരകത്തിൻ്റെ ഭീകരതയിലേക്ക് എന്നെ പിശാച് വലിച്ചുകൊണ്ട് പോവുകയാണ്. എൻ്റെ ദൈവമേ, ഞാനിതാ തിരുമുമ്പാകെ വരികയാണ്. ഈ ബന്ധം എനിക്ക് വേണ്ട, ഈ സ്നേഹബന്ധം എനിക്ക് വേണ്ട കർത്താവേ, ഈ ജടിക സ്നേഹം എനിക്ക് വേണ്ട. എനിക്ക് എൻ്റെ യേശുവിൻ്റെ സ്നേഹം കിട്ടിക്കഴിഞ്ഞു, ഉത്തമമായ സ്നേഹം കിട്ടിക്കഴിഞ്ഞു. ആ സ്നേഹത്തെ വിട്ടിട്ട് ഞാൻ എങ്ങും പോവുകയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹത്തെ മറന്നിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാണ്? ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ, ആകാശത്തോളം ഉയർന്നിരിക്കുന്ന ആ നിത്യസ്നേഹം, ദൈവത്തിന് സ്തോത്രം. കിഴക്കും ആകാശവും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും എല്ലാം പരന്നു കിടക്കുന്ന ഈ സ്നേഹം കർത്താവേ, പ്രപഞ്ചത്തിൽ ഇങ്ങ് ഒതുങ്ങാത്തതായ ഈ സ്നേഹം, അണ്ടകടാഹത്തിൽ ഒതുങ്ങാത്തതായ ഈ അത്ഭുത സ്നേഹം, ഈ സ്നേഹം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് യേശു മതി, യേശു മതി, യേശു മാത്രം മതി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ഒഴിവരും, ദൈവത്തിൻ്റെ സ്നേഹം ഒഴിവരും. നിങ്ങളുടെ മനസ്സിലെ ചാഞ്ചല്യങ്ങൾ മാറും, നിങ്ങളുടെ മനസ്സിലെ ഭാരങ്ങൾ മാറും, ആകുലങ്ങൾ മാറും, ആവലാദികൾ മാറും, രോഗങ്ങൾ മാറും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹന്ന പ്രാർത്ഥിച്ചു, ഹന്ന സ്തുതിച്ചു, ഹന്ന ദൈവത്തെ പുകഴ്ത്തി, ഹന്ന ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഹന്ന പറയുകയാണ്, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, എന്നിൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. കർത്താവേ, നീ തന്ന രക്ഷ, ശത്രുക്കൾ ലജ്ജിതരായി, ശത്രുക്കൾ ലജ്ജിച്ച് പിന്മാറി. പെനിന്ന ഇന്ന് വഴക്കടിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല. പെനിന്ന ലജ്ജിച്ചു പോയി. ഹന്നയ്ക്കൊരു മോനെ കിട്ടി. പെനിന്ന ഇന്ന് ആക്ഷേപിച്ചുകൊണ്ടിരുന്നു. ഇന്നും പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ആക്ഷേപിക്കുന്ന പലരുമുണ്ട്. ആക്ഷേപിക്കുന്നവർ, നിങ്ങളുടെ ശുദ്ധോദ്ദേശം കാണാതെ നിങ്ങളെ പല വിധത്തിൽ തെറ്റിദ്ധരിക്കുന്നവർ, പാവങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. അനേകം പേര് തെറ്റിദ്ധാരണയോട് മാറി നിൽക്കുന്നു. പക്ഷേ കാര്യം അറിയുമ്പോൾ അവർ ആർത്തിയോട് ഓടി വരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേക പാവങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷേ ഉന്നതന്മാരായ ചില ആളുകൾ എന്തെല്ലാമോ ഒക്കെ പറഞ്ഞത് കേട്ട് പാവങ്ങൾ വിശ്വസിച്ചു പോയി. അതുകൊണ്ട് പലരും തെറ്റിദ്ധരിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. എല്ലാ സഭകളെയും ഒരുപോലെ കാണുന്ന ഒരു കൂട്ടായ്മയാണ് ഇത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. എല്ലാ സഭകളെയും മാനിക്കുന്ന, എല്ലാ സമുദായങ്ങളെയും ആദരിക്കുന്ന, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇത് എന്ന് പലർക്കും മനസ്സിലാകുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നമുക്ക് കിട്ടിയ രക്ഷ എന്താണ്? നമുക്കൊരു വിശാല മനസ്സ് കിട്ടി, വിശാല മനസ്കത, വൈഡ് ഔട്ട്ലുക്ക്, കോസ്മോപൊളിറ്റൻ ഔട്ട്ലുക്ക് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ കാണുന്ന വിശാലമായ ഒരു വീക്ഷണം നമുക്ക് കർത്താവ് തന്നു, ഒരു വിശാല വീക്ഷണം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു പ്രത്യേക സഭയിലായാലേ രക്ഷയുള്ളൂ എന്ന ചിന്തയില്ല. സ്തോത്രം. ആ ഭാഗ്യം എന്ന് കർത്താവ് നമുക്ക് തന്നതാണ്. ഇന്ന സഭയിലാണെങ്കിലേ രക്ഷയുള്ളൂ, വേറൊരു സഭയിലാണെങ്കിൽ അവർക്ക് രക്ഷയില്ല എന്നൊന്നും പറയാൻ നമുക്ക് തോന്നിയിട്ടില്ല, ചിന്തിക്കാൻ തോന്നിയിട്ടില്ല.
വിശുദ്ധന്മാർക്കല്ല രക്ഷയുണ്ടായി നാം വിശ്വസിക്കുന്നു. വിശുദ്ധന്മാർ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ അങ്കി അലക്കി കഴുകിയവർ, അങ്ങനെയുള്ളവർക്ക് രക്ഷയുണ്ട്. അവർക്കാണ് രക്ഷ. അത് ഏത് സഭയെന്നുള്ളതിന് യാതൊരു പ്രത്യേകതയുമില്ല. ഇന്ന സഭയിലേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. കർത്താവിന് സ്തോത്രം. തെറ്റ് എവിടെയും കണ്ടുവന്ന് വരാം, എല്ലായിടത്തും ഉണ്ടായിന്ന് വരാം. നമ്മുടെ കൂട്ടായ്മ ഇത്രയും ആളുകൾ വരുന്നുണ്ട്, എല്ലാവരും കുറ്റമറ്റ് നിൽക്കുന്നവരാണോ? അല്ലല്ലോ. എല്ലാവരുടെ വെള്ളത്തിലേക്ക് വചനം ചെല്ലുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് കൂട്ടായ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. അതല്ല, കൂട്ടായ്മയിൽ പോയി ഒരാൾ നേരത്തെ തന്നെ മനോരോഗമുള്ള ഒരാൾ ഒരുപക്ഷേ ആത്മഹത്യ ചെയ്തു. അത് കൂട്ടായ്മയുടെ കുറ്റമാണെന്ന് പറയുന്നത് എത്ര ഭയങ്കരമാണ്. ആ പാവം ചെറുപ്പക്കാരൻ കൂട്ടായ്മയിൽ വരാൻ ഇടയായി, നന്നായി വരാമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവന് നേരത്തെ തന്നെ ഒരു ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നു. ആ ആത്മഹത്യാ പ്രവണത ഒരു സമയത്ത് തലപൊക്കി പിശാച് അവനെ മരണത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പ്രിയപ്പെട്ടവർ ചിലർ പറയുകയാണ്, അയ്യോ ആ കൂട്ടായ്മയിൽ പോയിട്ട് എനിക്ക് അബദ്ധം എന്ത് ചെയ്യും, കൂട്ടായ്മ പോയിട്ട് എന്തായി എന്നാ ചോദ്യം. ദൈവത്തിന് സ്തോത്രം. എല്ലാ അസ്ത്രങ്ങളും ക്രിസ്തുവിൻ്റെ ചങ്കിലും തറയ്ക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഈ പരിഹസിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, എല്ലാം ക്രിസ്തുവിൻ്റെ ചങ്കിലേക്കാണ് കുത്തുന്നത്, അവരറിയുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് കുത്തി മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെയും രക്തം ഒഴുകുകയാണ്. ഇന്നും ജീവനുള്ള ക്രിസ്തു രക്തം ഒഴുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്തും നടക്കുന്ന രംഗത്തും അതിനെ എതിർക്കുന്നവർ ഓർത്തുകൊള്ളുക, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്കാണ് കുത്തുന്നത്. കർത്താവിൻ്റെ വേലയെ തടുക്കുന്നവരും കർത്താവിൻ്റെ വേലയെക്കുറിച്ച് തെറ്റിദ്ധാരണ വരുത്തുന്നവരും ഓർത്തുകൊള്ളുക, അവർ ക്രിസ്തുവിനെയാണ് എതിർക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ അത്ഭുതത്തോടെ വായിച്ചു ഒരു വേദവാക്യം. തീമോത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനത്തിലാണ്. നടക്കൂ 4-ാം അധ്യായം, 2 തീമോത്തിയോസ് 4-ാം അധ്യായം. അവിടെ ഞാൻ വളരെ അത്ഭുതത്തോടെ വായിച്ചൊരു വാക്യമുണ്ട്. വളരെ അത്ഭുതത്തോടെ 2-3 വാക്യങ്ങളുണ്ട്. പക്ഷേ അതിലൊരു വാക്യം എന്നെ വല്ലാതെ വശീകരിച്ച് കളഞ്ഞു. തീമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം മുതൽ. ഞാൻ ത്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. ചെമ്പുപണിക്കാരൻ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. കർത്താവ് അവന് പകരം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അപ്പോസ്തലനായ പൗലോസിന് വളരെ ദോഷം ചെയ്തക്കവണ്ണം അവൻ എന്തെല്ലാമോ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ വേലയെ തടുത്തു, കർത്താവിൻ്റെ വേലയെ എതിർത്തു. അപ്പോസ്തലനായ പൗലോസിനെ വ്യക്തിപരമായിട്ട് എതിർത്തു. അവനെനിക്ക് വളരെ ദോഷം ചെയ്തു. എന്നിട്ട് അടുത്ത വാക്യം എന്താണ്? അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. നോക്കൂ, അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക, അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കല്ലിൽ ഉന്നിക്കുന്നു എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന് റോമർ ലേഖനം 12-ാം അധ്യായത്തിൽ അവസാനം പറഞ്ഞു. ആ പൗലോസിയാണ് പറയുന്നത്, അവൻ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവൻ എൻ്റെ പ്രസംഗത്തോട് എതിർത്ത് നിന്നവനാണ്. അടുത്ത വാക്യം, അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക. തിമോത്തിയോസ് പറയണം, അവനെ നീ സൂക്ഷിച്ചോളണവനെ. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതാണ്. നോക്കൂ, അവൻ വരാൻ പോകുന്ന ശിക്ഷ എന്താണ്? പൗലോസ്ലീഹായിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് അവനെ ശിക്ഷ വിധിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. എന്തോ ഒരു ഭയാനമായ കാര്യമാണ്. കർത്താവിൻ്റെ വേലയെ തടുക്കുക, കർത്താവിൻ്റെ വേലയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുക, കർത്താവിൻ്റെ വേലക്കാരെ കളിയാക്കുക, അതെല്ലാം വളരെ അപകടകരമായ കാര്യമാണ്. വലിയ മഹാപാപങ്ങളാണ്. പലരും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ആരെല്ലാമോ എന്തെല്ലാം പറഞ്ഞു കേട്ടു. ആ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളും അതുമെല്ലാം പറയുകയോ അതെല്ലാം നിരൂപിക്കുകയോ ചെയ്തു. അപകടമാണ്. ദൈവത്തിൻ്റെ വേലയെ ഒരിക്കലും നിങ്ങൾ എതിർക്കാതിരിക്കുക. ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ എതിർക്കാതിരിക്കുക. ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ ധിക്കരിക്കാതിരിക്കുക. ഹന്നായ്ക്ക് കിട്ടിയ ഭാഗ്യം. ഹന്ന പറയുകയാണ്, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ വായ ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. നിൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കും. വേറെ ഒന്നുമില്ല എനിക്ക് സന്തോഷിക്കാൻ. ആകെ നിൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു വരുന്ന രക്ഷയിൽ മാത്രം സന്തോഷിക്കുക. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ മഹാരക്ഷ നമുക്ക് തന്നിരിക്കുന്നു. ഇത്ര വലിയ രക്ഷ നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശിക്ഷാവിധി നമ്മിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ശിക്ഷാവിധിയെല്ലാം യേശു ക്രിസ്തു ഏറ്റിരിക്കുന്നു. എല്ലാ ശിക്ഷയും യേശു ഏറ്റു. യേശുവിൻ്റെ തിരുരക്തത്താൽ എല്ലാം കഴുകി തന്നു. സ്തോത്രം. എല്ലാം കഴുകി. നിങ്ങൾ വിശ്വസിച്ച് അനുഭവിച്ചാൽ മാത്രം മതി. നിങ്ങൾ എത്ര കൊടും ക്രൂര പാതകിയാണെങ്കിൽ ശരി, എത്രയും ഹീനമായ ജീവിതം നയിച്ചവനാണെങ്കിൽ ശരി,
മോളെ, നീ എത്രമാത്രം വഴക്കാളിയും കൊളുത്താത്തുള്ളതാണെങ്കിലും ശരി, നിനക്ക് ഇപ്പോൾ വേണമെങ്കിൽ തിരിയാം. ഇപ്പോൾ തിരിയേണ്ട സമയമാണ്. ഇപ്പോൾ യാചിക്കേണ്ട സമയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മോചനം കിട്ടുന്ന സമയമാണ്. ഇപ്പോൾ നമസ്കാരത്തിന് സമയമാണ്. ഇത് കരുണാ സമയമാണ്. ഈ സമയം നിങ്ങൾ കളയരുത്. ഇപ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, നീ എനിക്ക് രക്ഷ തന്നിരിക്കുന്നുവല്ലോ, എൻ്റെ കൊമ്പ് ഉയർന്നിരിക്കുന്നതൊക്കെ വേണം, നീ എന്നെ ഉയർത്തിയല്ലോ. എൻ്റെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുന്നു. എനിക്ക് വേറെ ആരിലും ആനന്ദിക്കാനില്ല. ഒരു സ്വത്തിൽ ആശ്രയിക്കാനില്ല. എനിക്ക് സമ്പത്തിൽ ആനന്ദിക്കാനില്ല. എൻ്റെ സൗന്ദര്യത്തിൽ ആനന്ദിക്കാനില്ല. എൻ്റെ ആരോഗ്യത്തിൽ ആനന്ദിക്കാനില്ല. എൻ്റെ മക്കളിൽ പ്രശംസിക്കാനില്ല. എനിക്ക് ആകെ ഒരു ആനന്ദം യേശുവേ, നീ മാത്രമേ ഉള്ളൂ കർത്താവേ. നീയല്ലാതെ എനിക്ക് ആരുമില്ല. നീയാണ് എൻ്റെ രക്ഷകൻ. നീയാണ് എനിക്ക് രക്ഷ തന്നവൻ. നീയാണ് എൻ്റെ ആത്മാവിന് ബന്ധനം അഴിച്ചവൻ. നീയാണ് പിശാചിനെ നിന്ന് മാറ്റിയവൻ. നീയാണ് എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചവൻ. നീയാണ് ദുഷ്ടപിശാചികളുടെ ബന്ധനം അഴിച്ചു തന്നവൻ. നീയാണ് ദുഷ്ടൻ്റെ കോട്ടകളെ തകർത്ത് തന്നവൻ. നീയാണ് എന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നവൻ. നീയാണ് എൻ്റെ രക്ഷകൻ. നാഥ, നിന്നെ ഞാൻ സ്തുതിക്കട്ടെ, നിന്നെ ഞാൻ വന്ദിക്കട്ടെ, നിന്നെ ഞാൻ വണങ്ങട്ടെ, നിന്നെ ഞാൻ ആരാധിക്കട്ടെ, നിന്നെ ഞാൻ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രക്ഷയിൽ സന്തോഷിപ്പീൻ. അവൻ തന്ന രക്ഷയിൽ നിങ്ങൾ ഉല്ലസിപ്പീൻ. അവൻ തന്ന ആത്മാവിന് വീണ്ടെടുപ്പിൽ നിങ്ങൾ ആനന്ദിപ്പീൻ. തന്ന പാവത്തിൻ്റെ മോചനത്തിൽ നിങ്ങൾ ആശ്രയിപ്പീൻ. പാവമോചനം തന്നിരിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലംഘനങ്ങളെല്ലാം ക്ഷമിച്ചു തന്നിരിക്കുന്നു. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇനിമേൽ ഞാനൊരു പാവം ചെയ്യുകയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. ദൈവത്തിന് സ്തോത്രം. വന്നതെല്ലാം വന്നുപോയി, കർത്താവേ ക്ഷമിക്കണമേ. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പിശാചിന് ഇടം കൊടുക്കുകയില്ല എന്ന് ഇപ്പോൾ നിങ്ങളുടെ വാക്ക് പറയുമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ മുദ്ര ചാർത്തി തരും. നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ അടയാളം ഇട്ട് തരും. നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ തിരുമുദ്ര ചാർത്തി തരും. നിങ്ങൾ അനുഗ്രഹിക്കും. ശേൽത്തീന്നവനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് എൻ്റെ വലം കയ്യിൽ മുദ്രാമോതിരമൊക്കെ യഹോവ അരുളി ചെയ്യുന്നു. ശേൽത്തീന്നവനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് എൻ്റെ വലം കയ്യിൽ മുദ്രാമോതിരമാക്കും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ വലം കയ്യിൽ മുദ്രാമോതിരമാക്കാൻ നിങ്ങൾ വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് യേശുവിനെ സ്തുതിക്കാൻ പ്രിയപ്പെട്ടവരെ, യേശുവിനെ വാഴ്ത്തി വണങ്ങാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിനായിട്ട് ജീവിതം വേർതിരിക്കാം. ഈ സമയം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ രക്ഷകന് വേണ്ടി നിങ്ങൾ ഹൃദയത്തിലേക്ക് വഴിയൊരുക്കുവീൻ. അവനെ ക്ഷണിപ്പീൻ. യേശുവേ വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ രക്ഷയായി നീ വരണമേ, എൻ്റെ രക്ഷകനായി നീ വരണമേ, എൻ്റെ രക്ഷയായി നീ എൻ്റെ ഹൃദയത്തിലൊന്ന് വസിക്കണമേ, എന്നിൽ ആവസിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നെ ഊതണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു മുതൽ നാഥ, ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുമെന്ന് നിന്നോട് ഞാൻ വാക്ക് പറയുന്നു. ഹല്ലേലൂയ. ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കുമെന്ന് ഞാൻ നിന്നോട് വാക്ക് പറയുന്നു. ഇന്നു മുതൽ നാഥ, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് ഞാൻ ഇതാ തീരുമാനമെടുക്കുന്നു. എന്നോട് നീ മനസ്സിലായണമേ, എന്നെ നീ ഉയർത്തണമേ. എന്നെ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നത് പോലെ എന്നെ നീ ഉയർത്തണമേ. പൊടിയിൽ നിന്ന് ഉയർത്തിയെടുക്കണമേ. നാഥ, നീ എൻ്റെ കാര്യങ്ങൾ എല്ലാം നോക്കി നടത്തണമേ. ഏൽപ്പിക്കൂ പ്രിയപ്പെട്ടവരെ. എങ്കിൽ നിങ്ങൾക്ക് തീരുമാനത്തോടെ, വാസ്തവമായ തീരുമാനത്തോടെ നിങ്ങളുടെ കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ട് യേശുവിനെ നമുക്ക് ഒരുമിച്ചൊന്ന് സ്തുതിക്കാം. എൻ്റെ ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയം ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കിയല്ലോ, തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. എൻ്റെ കർത്താവേ, എൻ്റെ ഈ മക്കളെയെല്ലാം അവിടെ സന്ദർശിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. ഈ വന്നവരുടെ പേരുകൾ എൻ്റെ കരുണയുള്ള കർത്താവ് എഴുതിയെടുത്തല്ലോ. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ജീവൻ്റെ പുസ്തകം തുറന്നിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവേ, ഇതിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ നീ ഒരുക്കുന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവേ, ഈ നിൻ്റെ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശ്രദിച്ച് സമാധാനത്തോട് പറഞ്ഞയക്കണമേ. നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇനിയുള്ള കൊടിയൂരിലെല്ലാം എൻ്റെ സാന്നിധ്യം തരണമേ. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശുനാഥൻ്റെ അത്ഭുതനാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.